ഇന്ന് നമ്മൾ ഒരു റവ അപ്പമാണ് തയ്യാറാക്കുന്നത്. മൈദയും ഈസ്റ്റൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ റവ അപ്പം തയ്യാറാക്കുന്നത്. ഇതിനു മുമ്പ് റവ അപ്പം ഇട്ടപ്പം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈസ്റ്റ് ഇല്ലാതെ നമുക്ക് ഈ ഒരു അപ്പം തയ്യാറാക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പം ഈസ്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് നല്ല പഞ്ഞി പോലത്തെ റവ അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു റവ അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ പത്തിരിപ്പൊടി. ഞാനിവിടെ 1/4 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന പത്തിരിപ്പൊടിയാണ് ഇതിലേക്ക് വേണ്ടത്. ഈ ഒരു പത്തിരിപ്പൊടി നിങ്ങളെടുത്തില്ലെങ്കിൽ ഇതിന് പകരം മൈദ ചേർത്താൽ മതി. പക്ഷെ മൈദ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിലേക്ക് അരിപ്പൊടി ചേർക്കുന്നത്. ഇപ്പോൾ ഈ ഒരു 1/4 കപ്പ് പത്തിരിപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു റവ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ റവ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം ചേർക്കുന്നതിന് മുമ്പ് റവ ഇതുപോലെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റവ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ആദ്യം ഈ ഒരു റവ ഇങ്ങനെ പൊടിച്ചെടുത്തത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ്. ഞാനിവിടെ 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഈ ഒരു തൈര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല കട്ടി തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നമ്മൾ റവ ആദ്യം തന്നെ പൊടിച്ചെടുത്തത് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് റവയും അതേപോലെ തൈരും വെള്ളമെല്ലാം ചേർത്ത് നന്നായി അരച്ചെടുത്ത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊരു ലൂസായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചത്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡയാണ്, ബേക്കിംഗ് പൗഡർ അല്ല. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ബേക്കിംഗ് സോഡ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നാരങ്ങ നീരാണ്. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഈ ഒരു ബേക്കിംഗ് സോഡയിലേക്ക് ഈ ഒരു നാരങ്ങ നീര് ഒഴിക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും. ഈ ഒരു പൊങ്ങി വന്ന ഈ ഒരു നാരങ്ങ നീര് നമുക്ക് നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈസ്റ്റിന് പകരം ചേർക്കുന്ന ഒരു കാര്യമാണിത്. ഈ ഒരു ബേക്കിംഗ് സോഡയും അതേപോലെ ചെറുനാരങ്ങ നീരും ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മാവ് 10 മിനിറ്റ് അടച്ചു വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അപ്പം തയ്യാറാക്കാം. ഇനി നമുക്ക് പാൻ വെച്ച് പാൻ നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം. നല്ല ചൂടുള്ള ഒരു പാനിൽ വേണം നമ്മളൊരു ബാറ്റർ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ അപ്പത്തിന് നല്ല ഹോൾസ് കിട്ടുകയുള്ളൂ. അപ്പം പാൻ നന്നായി ഒന്ന് ചൂടാക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാൻ നന്നായി ചൂടാക്കിയതിന് ശേഷം ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുക. ഈ മാവ് ഒഴിക്കുന്ന സമയത്തും തീ കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. തീ കുറച്ച് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഹോൾസ് വരില്ല. ഇനി മുഴുവനായിട്ട് ഈ ഒരു അപ്പത്തിന് ഹോൾസ് വരുന്നത് വരെ നമ്മൾ തീ കുറയ്ക്കുകയും ചെയ്യരുത്, അതേപോലെ അടച്ചു വെക്കുകയും ചെയ്യരുത്. ഈ ഒരു അപ്പത്തിന് മുഴുവനായിട്ട് ഹോൾസ് വന്നതിന് ശേഷം മാത്രം നമുക്കിതിനെ തീ കുറച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ മുഴുവനായിട്ട് നല്ല ഹോൾസ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തീ ഒന്ന് കുറച്ച് വെച്ച് അടച്ചു വെക്കാം. വീണ്ടും നമ്മൾ അപ്പം ചുടുന്ന സമയത്ത് തീ നന്നായിട്ട് കൂട്ടി വെക്കുക. എന്നിട്ട് പാൻ നല്ലവണ്ണം ചൂടായതിനു ശേഷം വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ നമുക്ക് മുഴുവൻ മാവും ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പം നിങ്ങൾ തീർച്ചയായും ഈ ഒരു റവ അപ്പം ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.